കുറച്ചധികം നാള് മുമ്പുള്ളൊരു വ്ലോഗാണ് കേട്ടോ. കുറച്ചധികം നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 മാസം മുന്നുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നത്തെ ദിവസം നമുക്ക് കേക്ക്സ് മാത്രമല്ല ചെയ്യാനുള്ളത്. കുറച്ച് ബൊക്കേസും ഫ്ലോറൽ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വർക്ക്സ് കൂടുതലുള്ള ദിവസം ഞാൻ നേരത്തെ എഴുന്നേറ്റ് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ഫൈനൽ കോട്ട് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചധികം വർക്ക്സ് ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ക്രം കോട്ടിംഗ് ഒക്കെ ഫിനിഷ് ചെയ്ത് വെക്കുന്നുണ്ട്. ക്രം കോട്ടിങ്ങിന് ശേഷം നമുക്ക് രാവിലെ തന്നെ കൊടുക്കാനുണ്ടായിരുന്ന ഒരു കാൻഡിൽ ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. ബെട്രോതലിന് വേണ്ടിയിട്ടുള്ള ഒരു കാൻഡിൽ ഡെക്കറേഷൻ ആയിരുന്നു. ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്കൊരു 9 ആകുമ്പോൾ ഒരു സിമെട്രി ഫ്ലവറൽ ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഇവിടെ ചേർച്ചിൽ തന്നെയായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്ത് വന്ന് ഫ്രഷായി ഉച്ചയ്ക്ക് ശേഷമുള്ള കേക്ക്സൊക്കെ പതിയെ പതിയെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണ്. സിമ്പിളായിട്ടുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക്സൊക്കെ ചെയ്യാൻ പറയുമ്പോൾ മിക്കവാറും എൻ്റെ കേക്ക്സിൽ ഇതേപോലെ കുട്ടി കുട്ടി ഹാർട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ് ആയിരിക്കും. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സ്ചേഞ്ച് ബൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഗാർലൻഡ് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓർഡറിന് കസ്റ്റമർ കളറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കോമൺലി മാച്ച് ആവുന്ന ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു വൈറ്റ് ആൻഡ് ഗോൾഡൻ തീമിലാണ് ഈ ഒരു ഗാർലൻഡും എക്സ്ചേഞ്ച് ബൊക്കെയും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഈവനിങ്ങിലോട്ട് ഒരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് ഉണ്ടായിരുന്നു. ക്യൂട്ടായിട്ടുള്ളൊരു ബേബി ഗേളിൻ്റെ തീമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ തന്നെയാണ് നമുക്ക് ഡിസൈൻ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ കൂടെ നമുക്ക് ടേബിൾ സെറ്റും കൂടി ചെയ്യാനുണ്ട്. ഇതേപോലെ വീഡിയോസും ഫോട്ടോസും എടുക്കുന്നത് വളരെ കുറവായിരിക്കും ഇങ്ങനത്തെ ടേബിൾ സെറ്റിൽ. മിക്കവാറും ഞാൻ കസ്റ്റമറിന് ഡയറക്റ്റ് കൊടുത്ത് അവരയച്ചു തരുന്ന കേക്ക്സിൻ്റെ ഫോട്ടോസൊക്കെ ആയിരിക്കും എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുക. അങ്ങനെ അതിനുശേഷം നമുക്കൊരു ചീസ് കേക്ക് ഉണ്ടായിരുന്നു. ബിസ്കോഫ് ഫ്ലേവറിൽ വരുന്ന ഒരു അടിപൊളി ചീസ് കേക്കാണ് കേട്ടോ. അത് ഡെലിവറി ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓർഡറും കൂടിയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു ഹാഫ് kg കേക്കും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. സിമ്പിളായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ കോമൺലി സെലക്ട് ചെയ്യുന്ന ഡിസൈൻസ് ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും. ആ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രീമും അതേപോലെ എൻ്റെ മൈൻഡിൽ വരുന്ന ഡിസൈനൊക്കെ ആയിരിക്കും ആ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം നമുക്ക് 2 ബെൻറ്റോ കേക്ക്സ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ചധികം നാളായിട്ട് ബെൻറ്റോ കേക്ക്സിന് നല്ല രീതിയിൽ എൻക്വയറീസ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ സാറ്റർഡേയ്സിലും സൺഡേയ്സിലും മാത്രമേ ബെൻറ്റോ കേക്ക്സ് എടുക്കുന്നുള്ളൂ. കാരണം ഇട ദിവസങ്ങളിലും ചിലപ്പോൾ എനിക്ക് കേക്ക്സ് ഇല്ലാത്ത ദിവസങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു കേക്കുള്ള ദിവസമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ബെൻറ്റോ കേക്കിന് വേണ്ടി സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് നഷ്ടം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ സാറ്റർഡേയ്സിനും സൺഡേയ്സിലൊക്കെ ആവുമ്പോൾ നമുക്ക് വേറെ ഓർഡേഴ്സ് ഉള്ളതുകൊണ്ടും അതിൻ്റെ കൂടെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ബെൻറ്റോ കേക്ക്സിന് ഡെലിവറി ഓപ്ഷൻ ഇല്ല. പിക്കപ്പ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സാറ്റർഡേയ്സിലും സൺഡേയ്സിലും അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഈ ഒരു കേക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് നൈറ്റിലോട്ട് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് ഉണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയും മാംഗോസൊക്കെ വെച്ചിട്ടുള്ള നല്ല കിഡുവായിട്ടുള്ളൊരു ഫ്ലേവറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവറാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഹൈപ്പ് കൊടുത്ത് പറയുന്നത്. കസ്റ്റമർ തന്നെയാണ് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഡിസൈൻ അയച്ച് തന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റെഡ് റോസ് 2 റെഡ് റോസൊക്കെ വെക്കുമ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കാണ് കേട്ടോ. ഹാഫ് kg ആണ് കേക്ക് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഫ്ലേവർ അടിപൊളിയാണ്. കസ്റ്റമറിന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എനിക്ക് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കി കഴിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഫ്ലേവറാണ് ചോക്ലേറ്റ് വിത്ത് സ്ട്രോബെറീസ് എന്ന് പറയുന്നത്. അയ്യോ! അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുപോലെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ കേക്കൊക്കെ കഴിച്ച് നമുക്ക് പിറ്റത്തെ ദിവസം ഒരു ഹാമ്പർ സെറ്റാക്കിയിട്ട് വേണം ഇന്നത്തെ ദിവസം സമാധാനമായിട്ട് കിടന്നുറങ്ങാനായിട്ട്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഓർഡേഴ്സൊക്കെ ഫിനിഷ് ചെയ്തു കേട്ടോ.